പരിഷ്കരിച്ച ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ ഇളവുകൾ വരുത്തി ഉത്തരവിറക്കി ഗതാഗത വകുപ്പ്. 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉള്ളിടത്ത് 80 ടെസ്റ്റുകൾ നടത്താം. ടെസ്റ്റിന് ഉപയോഗിക്കാവുന്ന വാഹനങ്ങളുടെ കാലാവധി 18 വർഷമായി ഉയർത്തി. ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം റോഡ് ടെസ്റ്റ് നടത്താം. ഇരട്ട ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനം ഉപയോഗിക്കണമെന്നാണ് സർക്കുലർ. ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പരിഷ്കരിച്ച ഉത്തരവിൽ ഇളവുകൾ ചേർത്ത് പുതിയ സർക്കുലർ ഇറക്കിയത്. 18 വർഷം പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാം. ഇരട്ട ക്ലച്ചും ബ്രേക്കും സംവിധാനമുള്ള വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്തുന്ന രീതി തുടരാം. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മാത്രമുള്ള ഓഫീസുകളിൽ 40 ടെസ്റ്റും 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുള്ള ഓഫീസുകളിൽ 80 ടെസ്റ്റുകൾ വീതം പ്രതിദിനം നടത്തണം. ടെസ്റ്റുകൾക്ക് പുതിയ ഡിസൈൻ തയ്യാറാക്കി ഡ്രൈവിംഗ് സ്കൂളുകൾ 1 മാസത്തിനകം ഗതാഗത കമ്മീഷണർക്ക് സമർപ്പിക്കണം. ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിലെ ക്യാമറ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കണം. ടെസ്റ്റിന് വിധേയരാകുന്നവർക്ക് മോട്ടോർ വാഹന ചട്ടം അനുശാസിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് അറിവുണ്ടെന്ന് പരിശോധകർ ഉറപ്പുവരുത്തണം. പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം നാളെ മുതൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനും ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.